ഹായ് ഓൾ, എല്ലാവർക്കും വീണ്ടും എജൂസ ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാത്തമാറ്റിക്സിന്റെ സർക്കിൾസ് ആൻഡ് ആംഗിൾസിന്റെ പാർട്ട് 2 വീഡിയോയുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കൺസെപ്റ്റ് പറഞ്ഞു, ഒരു കണക്ക് നമ്മൾ ചെയ്തിട്ടായിരുന്നു പോയത്. അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കണക്കും അതുമായിട്ടല്ലാത്ത വേറൊരു കോൺസെപ്റ്റ് കൂടെ പഠിച്ച് നമുക്ക് മുന്നോട്ടായിട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. എന്താണ് നമ്മൾ പഠിച്ചത്? ഒരു സർക്കിൾ തന്നു കഴിഞ്ഞാൽ ആ സർക്കിളിന് എന്തുണ്ട്? സർക്കിളിന്റെ സെന്ററിലേക്ക് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒ എന്ന് പറയുന്ന സെന്ററിലേക്ക് ഒരു ആംഗിൾ ഉണ്ടാവുന്നു. ആ ആംഗിൾ എന്ന് പറയുന്നയാൾ എക്സ് ആണെങ്കിൽ അതേ എയിൽ നിന്നും അതേ ബിയിൽ നിന്നും അടുത്ത സർക്കിളിന്റെ ആർക്കിലേക്ക് വരച്ചുണ്ടാക്കുന്ന ആംഗിൾ അതിന്റെ എന്തായിരിക്കും? ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ പകുതി ആയിരിക്കും, x/2 ആയിരിക്കും. ഓക്കെ ആണേ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച. ഇനി അടുത്ത് ഇവിടെ നമുക്ക് മറ്റൊരു കേസ് കൂടെ പഠിക്കാനുണ്ട്. അതായത് 4 പോയിന്റുകൾ, 1 2 3 4, ഇപ്പൊ 4 പോയിന്റ് ആയില്ലേ? ഇത് എ കൊടുക്കാം, ഇത് ബി കൊടുക്കാം, ഇത് സി കൊടുക്കാം, ഡി കൊടുക്കാം. മക്കളെ 4 പോയിന്റുകൾ ഓൺ ദി സർക്കിൾ ആണെങ്കിൽ ഈ 4 പോയിന്റും സർക്കിളിൽ തന്നെ ഇരിക്കും. സർക്കിളിന് പുറത്തോട്ടും പോയിട്ടില്ല, സർക്കിളിനകത്തോട്ടും വന്നിട്ടില്ല. ഓൺ ദി സർക്കിൾ ആണെങ്കിൽ ആ 4 പോയിന്റുകൾ പരസ്പരം യോജിപ്പിച്ചുണ്ടാക്കുന്ന ഫിഗർ ആരാ? ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജമാണ്. നിങ്ങൾക്ക് സംശയമൊന്നുമില്ല. അപ്പൊ ഈ 4 പോയിന്റുകളും ഓൺ ദി സർക്കിളിലാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ചതുർഭുജമാണെങ്കിൽ ആ ചതുർഭുജത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് പറയും. എന്താ പറയുക? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കൂടാ? ചക്രീയ ചതുർഭുജം എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് ആംഗിൾ. ഇപ്പൊ എ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാ സി. അതിന്റെ സമ്മ് 180 ആയിരിക്കും. ഈ ബി എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഡി, അതിന്റെ സമ്മ് 180 ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ 4 പോയിന്റുകൾ ഓൺ ദി സർക്കിളിൽ വരണം. അങ്ങനെ 4 പോയിന്റ് ഓൺ ദി സർക്കിൾ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എതിർ കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് പോടാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ തന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുണ്ട്. ഈ 2 ചോദ്യങ്ങളിലുള്ള ആ ക്വസ്റ്റ്യൻ മാർക്കിലെ വാല്യൂവിനെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ നമുക്ക് പേര് കൊടുക്കാം. ഇത് എ കൊടുക്കാം, ഇത് ബി കൊടുക്കാം, ഇത് സി കൊടുക്കാം, ഇത് ഡി കൊടുക്കാം. മക്കളെ ഒരു കാര്യം അറിയാം. ഫസ്റ്റ് ഫിഗറിൽ നമുക്കൊരു കാര്യം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നയാൾ 100 ഡിഗ്രി ആണെങ്കിൽ ഈ സിയിൽ ഉണ്ടാകുന്നയാൾ ആംഗിൾ സി എന്തായിരിക്കും? ഇപ്പൊ പഠിച്ചേ ഉള്ളൂ. അതിന്റെ പകുതി ആയിരിക്കും. 100ന്റെ പകുതി എത്ര? 50 ഡിഗ്രി. ഓക്കെ, ഇപ്പത്തെ കിടപ്പുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ആൾ എക്സ് ആണെങ്കിൽ അപ്പുറത്തുണ്ടാകുന്ന ആംഗിൾ അതിന്റെ പകുതി ആയിരിക്കും, x/2. ഇപ്പൊ 100 ആണ്, 100ന്റെ പകുതി 50 വരും. ഇനി താഴത്തെ ആംഗിൾ ഡി എ കാണാൻ നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ കാര്യം എന്താ? 4 പോയിന്റുകൾ ഓൺ ദി സർക്കിൾ ആണ് എങ്കിൽ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമ്മ് 180. അപ്പൊ ഈ സി എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഡി കിടക്കുന്ന? അപ്പൊ ഈ സി എന്ന് പറയുന്നയാൾ 50 ആണെങ്കിൽ ഡി എ കിട്ടാൻ 180 നേരെ 50 കുറച്ചാ പോരെ? 180 50 കുറച്ച് എത്ര കിട്ടൂടാ? 130 ഡിഗ്രി എന്ന് കിട്ടും. ഒന്നാമത്തെ ഫിഗറിലെ ചോദ്യം പക്കയായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? രണ്ടാമത്തെ ഫിഗറിലെ കണക്കിലേക്ക് പോവാടാ. അതിന് പേര് നമുക്ക് പി കൊടുക്കാം, ഇത് ക്യൂ കൊടുക്കാം, ഇത് ആർ കൊടുക്കാം, എസ് കൊടുക്കാം. മക്കൾ ഇവിടെ പ്രശ്നം വെച്ചാൽ ഇതിന്റെ മണ്ടക്ക് കിടക്കുന്നല്ലേ? മണ്ടക്ക് എത്ര കിടക്കുന്ന കാണാൻ പറ്റുന്ന 240 ഡിഗ്രിയാണ് മണ്ടക്ക് കിടക്കുന്നത്. സോ 240 ഡിഗ്രിയാണ് മുകളിൽ കിടക്കുന്നത് എങ്കിൽ നമ്മൾ ആദ്യമേ താഴത്തെ ആളെ ഒന്ന് കണ്ടുപിടിക്കാം. താഴത്തെ ആളെ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു കാര്യം അറിയാം. സർക്കിളിന്റെ മൊത്തം ആംഗിൾ എത്ര ഡിഗ്രിയാ? 360. ആ 360 ഇവിടെ 240 പോയെങ്കിൽ ബാക്കി താഴെ എത്ര ആയിരിക്കും? 120 ആയിരിക്കും. പ്രശ്നമൊന്നുമില്ലേ? ക്ലിയർ ആണേ? എഴുതി പഠിച്ചോണേ. ഇത് 120 വന്നാൽ രണ്ടാമത്തെ ഫിഗർ പ്രകാരം ആംഗിൾ എസ് ഈ മുകളിൽ കാണുന്ന ആൾ എന്തായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും. 120ന്റെ പകുതി എത്ര? 60 വരും. അത് 60 കിട്ടിയാൽ ഇവിടുത്തെ ആള് 6 കണ്ടുപിടിക്കാൻ നമ്മൾ ഇപ്പൊ പഠിച്ചു. 4 പോയിന്റ് ഓൺ ദി സർക്കിളിലാണ്. ഏതൊക്കെ ഈ 4 പോയിന്റ് ഓൺ ദി സർക്കിൾ വരുന്ന? പി ആർ ക്യൂ എസ് 4 പോയിന്റ് ഓൺ ദി സർക്കിൾ അല്ലേ? അപ്പൊ അതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? എങ്കിൽ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം എത്ര ആയിരിക്കും? 180 ആയിരിക്കും. അപ്പൊ എസിന്റെ ഓപ്പോസിറ്റ് 6 കിടക്കുന്നത്. അപ്പൊ 6നെ കണ്ടുപിടിക്കാൻ ഈ 180ൽ നിന്നും എസിൽ കിട്ടിയ വാല്യൂ ആയിട്ടുള്ള 60 അങ്ങ് കുറച്ചാൽ മതിയടാ. എത്ര കിട്ടും? 120 കിട്ടും. പക്കയാണ്. ഈ ഒരു രീതി മാത്രമല്ല കണ്ടുപിടിക്കാൻ, നമ്മൾ നേരത്തെ പഠിച്ച ഈ ഒരു ആർക്കിന്റെ കണ്ടീഷൻ ഉണ്ടല്ലോ, അത് വെച്ചും 240 വരുവാണ്. 240ന്റെ പകുതി 120 വരും. തിരിച്ചു വെച്ച ഫിഗർ നോക്കി അങ്ങനെയും കണ്ടുപിടിക്കാം. 2 ലോജിക്കും 2 കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഏതാണോ അനുയോജ്യമായി ചെയ്താൽ മതി. കൃത്യമായിട്ടുള്ള ആൻസർ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി എന്നേ ഉള്ളൂ. എഴുതുമ്പോൾ ഉത്തരം തെറ്റാൻ പാടില്ല.
ടെക്സ്റ്റ് ബുക്കിലെ കണക്കാണ്, ക്ലിയർ ആണ്, പക്കയാണെന്ന് മനസ്സിലാക്കുന്നു. നന്നായിട്ട് ചെയ്ത് പഠിച്ചു പോകണം. നിങ്ങൾ ഓരോ ചോദ്യങ്ങളും ചെയ്യുമ്പം എങ്ങനെയാണ് ആ സാധനം വന്ന് അതിന്റെ കൺസെപ്റ്റ് ഇതാണ്, ഇങ്ങനെയാണ് അതിലേക്ക് എത്താപ്പെടാനുള്ള കാരണം എന്നുൾപ്പെടെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോവാടാ. അടുത്ത ചോദ്യം ഇതാടാ. താഴെ 2 ഫിഗർ ഉണ്ട്. ഈ ഫിഗറിനകത്ത് 2 ട്രയാങ്കിളിന്റെ ഫുൾ ആംഗിൾ കാണണം. ABC-യുടെയും കാണണം, OBC-യുടെയും കാണണം. നമുക്ക് കണ്ടുപിടിക്കാൻ മക്കളെ. ഇത് ഇവിടുത്തെ ആംഗിൾ 20 ഡിഗ്രിയാണ്. ഈ മൂലക്കത്തെ ആംഗിൾ കാണാൻ പറ്റുന്ന എഴുതിയൊക്കെ 20 ഡിഗ്രിയും ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ് ഈ മൂല കിടക്കുന്നത്. ഈ 2 മൂലക്ക് വന്നേക്കുന്ന ആംഗിൾ 20, 30 ആണെങ്കിൽ എ എന്ന് പറയുന്നിടത്ത് അതിന്റെ സമ്മ് 50 ഡിഗ്രി ആയിരിക്കും വരുന്നത്. പഠിച്ചു വെച്ചോണേ. ഇങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഈ ആംഗിൾ ഉണ്ടായേക്കുന്ന എവിടെ നിന്നായിരിക്കണം? സർക്കിളിന്റെ സെന്ററിൽ നിന്നായിരിക്കണം. അപ്പൊ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഇവിടെ ഉണ്ടായേക്കുന്ന ആംഗിളും ഇവിടുത്തെ ആംഗിളും തന്നിട്ടുണ്ട് എങ്കിൽ ഈ എ എന്ന് പറയുന്ന ആംഗിൾ അതിന്റെ സമ്മായിരിക്കും. ഇവിടെ 50 വന്നാൽ ഇവിടെ അതിന്റെ എന്ത് വരും? ഡബിള് വരും. എത്ര ഡിഗ്രിയാ? 100 ഡിഗ്രി. ഇനി OB എന്ന് പറയുന്ന സൈഡും OC എന്ന് പറയുന്ന സൈഡും ഈക്വലാ. കാര്യം എന്താ? അത് സർക്കിളിന്റെ റേഡിയസാ. ഒരു ട്രയാങ്കിളിന്റെ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അത് എന്ത് ട്രയാങ്കിൾ ആടാ? ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമാ. അങ്ങനെയാണ് എങ്കിൽ, സമപാർശ്വ ത്രികോണമാണ് എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ ഈ ട്രയാങ്കിൾ ഇപ്പൊ 100 ഡിഗ്രി പോയി. ഇനി ബാക്കി എത്ര ഡിഗ്രിയേ ഉള്ളു? 80 ഡിഗ്രിയേ ഉള്ളു. അപ്പൊ ഈ 50 2 പേർക്കും തുല്യമായി കൊടുക്കണമെങ്കിൽ ഇവിടെ എത്ര വെച്ച് വരും? ഇവിടെ 40 വരും, ഇവിടെ 40 വരും. ചെയ്ത കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാടാ. ഈ 2 മൂലക്കത്തെ ആംഗിൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ, ഈ 2 മൂലക്കത്തെ ആംഗിൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇത് 30 ആയിട്ടും മറ്റ് 20 ആയിട്ടും ഉണ്ട് എങ്കിൽ ഈ എയിലെ ആംഗിൾ കിട്ടാൻ അവ തമ്മിൽ കൂട്ടിയാൽ മതി. 30 + 20 50 വരും. ഇത് 50 കിട്ടിയ സെൻട്രലിലെ ആംഗിൾ ഡബിൾ ആയിരിക്കും 100. ഇത് ട്രയാങ്കിൾ ആണ്. എന്ത് ട്രയാങ്കിളാ? ഐസോസിലസ് ട്രയാങ്കിളാ. കാര്യം അവിടുത്തെ റേഡിയസ് ഈക്വൽ ആയതുകൊണ്ട്. 180 100 പോയാൽ ബാക്കി 80 ഡിഗ്രിയാ. 80നെ 2 പേർക്കും വീതിച്ചു കൊടുക്കുമ്പോൾ 40 40 വെച്ച് വരും. ക്ലിയർ ആണേ? നമുക്കിനി ആ ഫസ്റ്റ് ഫിഗർ ഉണ്ട്. ഈ ഫസ്റ്റ് ഫിഗറിന്റെ ട്രയാങ്കിൾ OBC-യിലെ ആംഗിൾ എഴുതാം. ഇതല്ലടാ OBC. കാരണം ചെറിയ ട്രയാങ്കിൾ ആണ് OBC. ഇത് ഈ വരച്ചേക്കുന്നത്, ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നുണ്ട. ഇതാണ് OBC. OBC-യിലെ ഓയിലെ ആംഗിൾ എത്ര ഡിഗ്രിയാ? 100 ഡിഗ്രിയാ. ബിയിലെ ആംഗിൾ എത്ര ഡിഗ്രിയാ? 40 ഡിഗ്രിയാ. സിയിലെ ആംഗിൾ എത്ര ഡിഗ്രിയാ? 40 ഡിഗ്രി. ഈ ട്രയാങ്കിൾ ABC കാണാം. ABC വലിയ ഫിഗർ ആണ്. ABC ഇത് വലുത്. ഈ മണ്ട കൂടെ പോയി ആണ്. അവിടെ എയിലെ ആംഗിൾ എത്ര ആടാ? 50 ആടാ. ബിയിലെ ആംഗിൾ എത്ര? ബി എന്ന് വെച്ചാൽ രണ്ടുകൂടെ ചേരുമ്പോഴാ 40 കൊണ്ട് പിന്നെ 6 കൊണ്ട് 20 കൊണ്ട് എത്ര കിട്ടും? 60 കിട്ടും. ലാസ്റ്റ് ആംഗിൾ സിയിലെ എത്ര ആടാ? 40 കൊണ്ട് 30 കൊണ്ട് എത്ര കിട്ടും? 70 കിട്ടും. പക്കയാണ്, ക്ലിയർ ആണ് എന്ന് കരുതുന്നു ഈ പറഞ്ഞ ചോദ്യം. അങ്ങനെയാണെങ്കിൽ മക്കൾ ഈ രണ്ടാമത്തെ ചോദ്യം നിങ്ങളായിട്ട് എന്താ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലുള്ള കണക്ക്. അപ്പൊ നമ്മൾ എന്താ ഈ ചാപ്റ്റർ അല്ലെ ഈ ക്ലാസ്സിൽ പറഞ്ഞു തന്ന കാര്യം എന്തൊക്കെയാ? ഈ 2 കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഫസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ പാർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ പറഞ്ഞ കാര്യം എന്തുവാ? 4 പോയിന്റുകൾ ഓൺ ദി സർക്കിൾ ആണ് എങ്കിൽ അവിടെ ഉണ്ടാകുന്നയാൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രി 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണ്, പക്കയാണെന്ന് വരുന്നു. ഈ ചെയ്ത കണക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വരുന്നു. ഒരു കണക്ക് ഇവിടെ ചെയ്തു, മറ്റ് രണ്ടാമത്തെ പാർട്ട് കണക്ക് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് വന്നേക്കും, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പൊ ചെയ്ത അതേ പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് അതും ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി മറ്റൊരു കാര്യം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാ, നമ്മളൊരു സർക്കിൾ എടുത്തു കഴിഞ്ഞാലേ, എല്ലാം സർക്കിളിന്റെ അയ്യർ കളികൾ, അത് വേറൊരു കാര്യം. സർക്കിൾ എടുക്കുന്നതാ, സർക്കിളിനകത്ത് ഇത് സർക്കിളിന് ഡയമീറ്റർ ആണ്. ഇത് A B എന്ന് കൊടുക്കാം, ഡയമീറ്റർ. അപ്പം ഡയമീറ്റർ വരച്ച സർക്കിൾ 2 കഷ്ണങ്ങളായിട്ട് മുറിക്കുമല്ലേ. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സെമി സർക്കിൾ എന്ന് പറയാം. അപ്പൊ ഈ സെമി സർക്കിളിനകത്തുണ്ടാകുന്ന ആംഗിളുകളൊക്കെ എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. പഠിച്ചു വെച്ചോണേ. അർദ്ധവൃത്തങ്ങളിൽ അല്ലെങ്കിൽ സെമി സർക്കിളുകളിൽ ഉണ്ടാക്കുന്ന ആംഗിളുകൾ, കോണുകൾ എല്ലാം എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അത് എവിടെ നിന്ന് വരണം? ഡയമീറ്ററിൽ നിന്നായിരിക്കണം അങ്ങോട്ട് ആംഗിൾ വരണ്ട. അല്ല വെറുതെ ഒരു സർക്കിൾ വരച്ചു, വെറുതെ ഒരു കോഡ് വരച്ചു, ഇവിടെ ഇങ്ങോട്ട് വരച്ചു വെച്ചാൽ ഈ ആംഗിൾ 90 ഡിഗ്രി എന്നുള്ള കണ്ടൊന്നും ഇല്ല. അതെറ്റാ, നിങ്ങൾ പഠിച്ചു വെക്കരുത്. പഠിക്കേണ്ട കാര്യം എന്താ? സർക്കിൾ ഡയമീറ്ററിൽ നിന്നും അല്ലെങ്കിൽ സെമി സർക്കിളിനകത്ത് ഫോം ചെയ്യണം. അത് ഡയമീറ്ററിൽ നിന്ന് ഫോം ചെയ്യുന്ന ആംഗിൾസുകൾ 90 ആയിരിക്കും. സെയിം ഡയമീറ്ററിൽ നിന്നും ഈ ആംഗിൾ സർക്കിളിന്റെ വെളിയിൽ പോയാൽ അത് 90 ഡിഗ്രിയെ കാട്ടി കുറവും
ഇതിന്റെ അകത്ത് വന്നാൽ 90 ഡിഗ്രിയെക്കാട്ടി കൂടുതലുമായിരിക്കും. പഠിച്ചോടാ, ചോദ്യം ഉറപ്പായിട്ടും ഈ കൺസെപ്റ്റിനെ വെച്ച് വരാം. എന്താ പറഞ്ഞെന്നാ, സെമി സർക്കിളിനകത്താണ് ആംഗിൾ ഫോം ചെയ്യുന്നതെങ്കിൽ 90, സർക്കിളിന്റെ പുറത്ത് പോയാൽ 90യെക്കാട്ടി കുറവ്, അകത്ത് വന്നാൽ 90യെക്കാട്ടി കൂടുതൽ. ക്ലിയർ ആണേ? ഇത്രയുമാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ പക്കയായിട്ട് പഠിച്ചാൽ സർക്കിൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അത് വെച്ചുള്ള കണക്കുകളാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. ഇപ്പൊ കുറച്ച് കണക്ക് നമ്മൾ ചെയ്ത് അടുത്ത കണക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരും. പിന്നെ മുൻ വർഷങ്ങളെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു പോകും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ബാക്കിയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. ഉണ്ട് എങ്കിൽ മാത്സിന് A+ ഞങ്ങൾ മേടിച്ച് കയ്യിൽ തരും. ഓക്കെ.